സ്ക്രിപ്റ്റ് കേട്ടാൽ ആദ്യം വിളിച്ച് പറയുന്നാരെ? ഡയറക്ടറായിരിക്കും പറഞ്ഞ കഥ കമ്മിറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ യെസ് ഓർ നോ പറയുന്നത്. അല്ലാതെ വേറെ ആരും. ഇഷ്ടമായാൽ ഒരാളെ വിളിച്ച് ഞാൻ ഏൽക്കാൻ പോവാണ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ചോദിക്കോ ആരോടെങ്കിലും? ഇല്ല. ഇല്ല. സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒക്കെ വെരി ഗുഡ്. അങ്ങനെ തോന്നിയില്ലേ? 3-4 പേര് അഭിപ്രായം കേട്ടാൽ ചിലപ്പോൾ മനസ്സ് മാറിയാലോ അല്ലേ? ഒരു ഫാൻസ് ഇഷ്ടംമാരി ഉണ്ടാവില്ലേ? ഇഷ്ടംമാരി ഗേൾസ് ഫാൻസ് ഇല്ലേ കുട്ടിക്ക്? ഗേൾസ് മാത്രമല്ല, ബോയ്സ് ഒക്കെ തന്നെ. യൂഷ്വലി എന്തുതരം മെസ്സേജുകൾ വരാറ്? പ്രേമ പുരസരം ഉള്ള മെസ്സേജ്? എല്ലാവരും ഈ സ്ഥിരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നതല്ല, അവർക്ക് റിപ്ലൈ കിട്ടാതെ ആവുമ്പോ അവരുടെ ടോൺ പതിയെ മാറും. ഹായ് ചേട്ടാ, ഹലോ, ഹായ്, ഹായ്ഡാ, പിന്നെ അങ്ങോട്ട് പറയാൻ പറ്റാത്ത രീതിയിലേക്ക്. അല്ല, അങ്ങനല്ല, മനുഷ്യന് ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവരിങ്ങനെ മെസ്സേജ് ചെയ്യും. പക്ഷെ എല്ലാവർക്കും മറുപടി കുട്ടിക്ക് നേരം ഉണ്ടാവില്ലല്ലോ. ടീമുണ്ടോ നോക്കാൻ? ഇല്ല. സോഷ്യൽ മീഡിയ ഒക്കെ വളരെ കുറവാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ പോസ്റ്റ് ചെയ്യുമ്പോ ആലോചിക്കോ ഇത് വേണോ വേണ്ടയോ, അടി കിട്ടുമോ? ഇല്ല, ഞാൻ എന്റെ ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ വന്നിട്ട് കുറച്ച് അധികമായി ഈ ഫിലിം പ്രൊമോഷന്റെ സാധനങ്ങൾ മാത്രമേ. കാരണം പണ്ടൊക്കെ ഉണ്ടല്ലോ ഗിരീഷ്, നമ്മളൊരു സാധനം ഞാൻ ഇപ്പൊ കുറച്ചു കാലം മുമ്പ് ഫേസ്ബുക്കിൽ ഇതൊക്കെ ഞാൻ ഇട്ടോന്ന്. ഇപ്പൊ എനിക്ക് ഇടാൻ ധൈര്യമില്ല. ഏത് തരം അടി എവിടെ വരിക നമുക്കറിയില്ല. പിന്നെ അധികം സമയം നോക്കാറില്ല.